ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ സമരങ്ങൾ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നു. സർക്കാരിനെതിരെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് ഉപവാസ സമരം ഉൾപ്പെടെയുള്ളവ തുടരുന്നത്. ജനകീയ സമരത്തിനായി വ്യാപാരി സമൂഹം നൽകിയ ഐക്യദാർഢ്യം ജനകീയ സമരം കൂടുതൽ ശക്തിപ്പെടും എന്നതിന്റെ സൂചനയാണ്. വാർത്ത കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം. പെൺവാണിഭ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസ് മാർച്ച്. TP ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം KK രമയിൽ നിന്നും മൊഴിയെടുത്തു. പിണറായി വിജയൻ കേരള രക്ഷായാത്രയല്ല, സ്വയം രക്ഷായാത്രയാണ് നടത്തുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. വാർത്തകൾ വിശദമായി. പെൺവാണിഭ സംഘങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കമ്മീഷണർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. മാർച്ച് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നഗരത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് പെൺവാണിഭ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ പെൺവാണിഭ സംഘങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഓഫീസിലേക്ക് SFI പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തകൃതിയായി അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും ഇവിടുത്തെ കോഴിക്കോട്ടെ പോലീസ് അത്തരത്തിലുള്ള പെൺവാണിഭ സംഘത്തെ അമർച്ച ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാണ് പോകുന്നത്. ഇവിടെ അതിനു പകരം ഇത്തരത്തിലുള്ള പെൺവാണിഭ സംഘത്തിന് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനം. ജില്ലാ സെക്രട്ടറി PK സുമേഷ് അധ്യക്ഷനായിരുന്നു. VK കിരൺ രാജ്, K ഷാജിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ദേശീയ രാഷ്ട്രീയത്തിൽ മൂന്നാം മുന്നണി എന്നത് ചാപിള്ളയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. ദീനദയാൽജി ബലിദാന ദിന പരിപാടി നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദീനദയാൽജി ബലിദാന ദിനം സംഘടിപ്പിച്ചത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ബലിദാന ദിനം BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ മൂന്നാം മുന്നണി എന്നത് ചാപിള്ളയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ കേരള രക്ഷായാത്രയല്ല, മറിച്ച് സ്വയം രക്ഷായാത്രയാണ് നടത്തുന്നതെന്നും LDFന് കേരളത്തിൽ കിട്ടുന്ന വോട്ട് മൊത്തമായി കേന്ദ്രത്തിൽ കോൺഗ്രസിന് വിറ്റുകൊണ്ട് നെറുകെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാർക്സിസ്റ്റുമാർ ഇവിടെ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസിനെതിരായി വോട്ടുകൾ മൊത്തത്തിൽ വാങ്ങുക, ഇവിടെ ചില്ലറ കച്ചവടം. അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി ഈ മൊത്തം വോട്ടുകൾ കോൺഗ്രസിന് വിറ്റ് കാശാക്കി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന ഒരുതരം നെറുകെട്ട രാഷ്ട്രീയ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റുമാർ എല്ലാ കാലത്തും സ്വീകരിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയിൽ നിന്ന് കേസിന്റെ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു. വടകര SP ഓഫീസിൽ വെച്ചാണ് സംഘം മൊഴി രേഖപ്പെടുത്തിയത്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ KK രമ നൽകിയ പരാതി പ്രകാരം ആഭ്യന്തര വകുപ്പ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ചൊവ്വാഴ്ച രമയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത്.
നേരത്തെ കെ രമ തിരുവനന്തപുരത്ത് നിരാഹാരമിരുന്നപ്പോൾ സംഘം അവിടെ എത്തി അവരുടെ മൊഴിയെടുത്തിരുന്നു. ഇതിനുശേഷം കണ്ണൂർ ജില്ലയിലെ മുൻകാല കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു. കേസ് നേരത്തെ അന്വേഷിച്ചിരുന്ന സംഘത്തിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോഴിക്കോട് ജില്ലാ ജയിലിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. TP കേസ് പ്രതികൾക്ക് രാജ്യാന്തര കള്ളക്കടത്തു കേസിലെ പ്രതിയായ ഫയാസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സർക്കാരിന് നൽകിയ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കെ രമയിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുത്തത്. രാവിലെ 11 മണിയോടെ മൊഴി നൽകാൻ രമ SP ഓഫീസിലെത്തി. അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ADGP N ശങ്കർ റെഡ്ഡി, DYSP ജെയ്സൺ K എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി വിജ്ഞാപനം ഇറക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടന്ന ഉപവാസ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ മലയോര ജനതയ്ക്ക് അനുകൂലമായ ഉത്തരവ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനു മുൻപ് ഉണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കേന്ദ്ര കമ്മിറ്റി യോഗം വ്യക്തമാക്കിയിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ഉദാസീനത കാട്ടിയ സർക്കാർ ക്വാറികൾക്ക് വേണ്ടി അമിതാവേശം കാട്ടിയത് പ്രതിഷേധാർഹമെന്നും യോഗം വിലയിരുത്തി. തുടർ സമര പരിപാടികളുടെ ഭാഗമായാണ് കളക്ടറേറ്റിന് മുൻപിൽ വില്ലേജ് അടിസ്ഥാനത്തിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ സമരം ഉദ്ഘാടനം ചെയ്തു. 10-15 കൊല്ലം മുമ്പ് തീരദേശ സംരക്ഷണ നിയമം, ഇന്ന് പശ്ചിമഘട്ട സംരക്ഷണമാണ്. അന്ന് തീരദേശ സംരക്ഷണത്തിന്റെ പേരിലായിരുന്നു ഗവൺമെന്റ് കൊണ്ടുവന്ന നടപടി. പിന്നെ കോഴിക്കോട് കടപ്പുറത്തെ മുഴുവൻ ഭൂമിയും ഭൂമാഫിയകളും രാഷ്ട്രീയ നേതാക്കളും കൂടി വാങ്ങി പറിച്ചതിന്റെ ഫലമായി പിന്നെ നിയമത്തിലൊരു ഭേദഗതി. ഈ 500 മീറ്ററിന്റെ ഇടയിൽ കൂടി ഒരു റോഡ് പോവുകയാണെങ്കിൽ നിയമം ബാധകമല്ല. കോഴിക്കോട് കടപ്പുറത്ത് ആയിരക്കണക്കിന് ഫ്ളാറ്റുകൾ ആകാശം മുട്ട മുട്ടി. ഇതാണ് കളി. എബ്രഹാം വള്ളോപ്പള്ളിൽ, ജെയിംസ് മറ്റം, P മുരളീധരൻ, അജി പുതിയപറമ്പ, ജോസ് ജേക്കബ്, ഗിരീഷ് ജോൺ, CJ ജോൺ, കെൻ ചന്ദ്രൻ, ജോജി ജോസഫ് തുടങ്ങിയവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. ESI സേവനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് ESI പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ESI റീജിയണൽ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ESI പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ESI ക്ലെയിമഡ് പെൻഷനേഴ്സിന്റെ പെൻഷൻ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, 60 വയസ്സ് കഴിഞ്ഞ ESI അംഗങ്ങളായ തൊഴിലാളികൾക്ക് 3000 രൂപ തൊഴിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ESI പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ധർണ നടത്തി. ചക്കോരത്തുകുളം ESI റീജിയണൽ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ TM രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ, ജനറൽ സെക്രട്ടറി TC സ്വാമി, അഷ്റഫ് ചേലാട്ട്, OKU നായർ, K റുക്കിയ ബീബി, K ശോഭന, RK വേലായുധൻ, M കുഞ്ഞിരാമനുണ്ണി, AK സുഗുണൻ, E ബാലകൃഷ്ണൻ, K ബാബു, എഴുത്തുപള്ളി മനോഹരൻ, ഡിക്സൺ ഡിക്രൂസ് എന്നിവർ ധർണയിൽ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു.
പട്ടികജാതി പട്ടികവർഗക്കാരുടെ വികസനത്തിനായുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അംബേദ്കർ ജനപരിഷത്ത്. ഇത്തരം നടപടികൾക്ക് കൂട്ടുനിൽക്കുന്ന MP MK രാഘവനും ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏറ്റവും ചെറിയ 500 പേരെ കോഴിക്കോട് MP-യുടെ മുന്നിൽ ഞാൻ കൊണ്ട് കൊടുക്കാൻ തയ്യാറാണ്. ജില്ലാ കളക്ടറുടെ മുന്നിൽ ഞാൻ കൊണ്ട് കൊടുക്കാൻ തയ്യാറാണ്. വീടിന് വേണ്ടി വീടില്ലാന്ന് അറിയാതെ അനുഭവിക്കുന്ന പട്ടികജാതിക്കാർ. എന്നിട്ട് പട്ടികജാതിക്കാർക്ക് അപേക്ഷകരില്ല, ഗുണഭോക്താക്കളില്ല എന്ന് പറഞ്ഞിട്ട് ഫണ്ട് വകം മാറ്റി ചെലവഴിക്കുക. അപ്പൊ തീർച്ചയായും കോഴിക്കോട് MP ഭരണഘടനാ വിരുദ്ധമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ദിര ആവാസ് യോജന പദ്ധതിയിൽ ആവശ്യമായ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾ ഇല്ലെന്ന് കാണിച്ചാണ് ഫണ്ട് വകമാറ്റിയത്. MK രാഘവൻ MPയുടെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയാണ് ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ നിർദ്ദേശം നൽകിയത്. പദ്ധതിക്ക് അർഹതപ്പെട്ട നിരവധി അപേക്ഷകർ നിലനിൽക്കെയാണ് ഈ നടപടിയെന്ന് അംബേദ്കർ ജനപരിഷത്ത് ആരോപിച്ചു. പട്ടികജാതി വർഗക്കാരുടെ ഉന്നമനത്തിനായുള്ള പല പദ്ധതികളും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഫലം കാണുന്നില്ലെന്നും അംബേദ്കർ ജനപരിഷത്ത് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഈ എംപ്ലോയ്മെന്റ് നിയമനം പറഞ്ഞ പാർട്ടിക്കാരുടെ നിയമന ഓഫീസായി മാറിയിരിക്കുകയാണ്. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറും താലൂക്ക് എംപ്ലോയ്മെന്റ് ഓഫീസറും അവിടെ നിയമനങ്ങൾ നടത്തുന്നത് ഓരോരോ പാർട്ടി ഓഫീസിൽ നിന്ന് പോലെ ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ പെടുത്ത 100ഓളം കണ്ടീജന്റ് ജീവനക്കാരില്ലേ പട്ടികജാതിക്കാരുണ്ടോ? പട്ടികജാതി ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ നേതൃത്വം നൽകിയ കോഴിക്കോട് MP MK രാഘവന്റെ വസതിയിലേക്ക് ഫെബ്രുവരി 18-ന് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും സംഘടന സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മിച്ചഭൂമി ഗുണഭോക്താക്കൾ താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റ് മുൻപിൽ നടത്തിയ മാർച്ചും ധർണയും KSKTU ജില്ലാ കമ്മിറ്റി മെമ്പർ P രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിത കർഷക തൊഴിലാളികളെ വഞ്ചിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മിച്ചഭൂമി ഗുണഭോക്താക്കൾ KSKTU നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഭൂസമരം ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം സ്വന്തം വില്ലേജിൽ ഭൂമി നൽകാമെന്ന വാഗ്ദാനം ലംഘിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വടകര, കൊയിലാണ്ടി, താമരശ്ശേരി ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. എല്ലാവർക്കും ഭൂമി കിട്ടുക എന്നുള്ള ഏറ്റവും ശക്തമായ ശരിയായ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് KSKTU ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. വടകരയിൽ ജില്ലാ പ്രസിഡന്റ് TK കുഞ്ഞിരാമനും കൊയിലാണ്ടിയിൽ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി C ബാലനും താമരശ്ശേരിയിൽ RP ഭാസ്കരനും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടന്ന മാർച്ച് KSKTU ജില്ലാ കമ്മിറ്റി മെമ്പർ P രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി മെമ്പർ K മാനുക്കുട്ടൻ, ML ആന്റണി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കേരള അറബിക് മുൻഷീസ് അസോസിയേഷന്റെ 62ാം സംസ്ഥാന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് CH അവാർഡ് ദാനവും നടന്നു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷന്റെ 62ാമത് സംസ്ഥാന സമ്മേളനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. അത് ആ ഭാഷ നിലനിർത്തുന്നതിന്റെ ഒരു വഴിയാണ്. നിങ്ങളുടെ ടെലിവിഷന്റെ സ്ക്രീനിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഈ ഭാഷയെ പരിഷ്കരിക്കാൻ കഴിയില്ല. അതിന് അറബ് രാജ്യം പോലും ആകണമെന്നില്ല. അനറബ് രാജ്യത്തിലും അത് സംഭവിക്കാം എന്ന് വരുമ്പോ അത് ഹാഫിദൂൻ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഒരു വിശദീകരണമായി തീരുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റു ഭാഷകൾക്ക് അറബി അതിന്റെ പദങ്ങളെ കൊടുത്ത് അതിന്റെ സമ്പന്നമാക്കി, വാക്കുകളെ കൊടുത്തു, അക്ഷരങ്ങളെ കൊടുത്തു, ഉച്ചാരണത്തെ കൊടുത്തു. ആ ഉച്ചാരണം കുഴപ്പമായി എന്നാരും പറഞ്ഞിട്ടില്ല. ചടങ്ങിൽ വെച്ച് CH അവാർഡ് ദാനവും നടന്നു. ഡോക്ടർ K കുഞ്ഞ് മുഹമ്മദ് പുലവത്ത് മുഖ്യപ്രഭാഷണം നടത്തി. PK ജാഫർ, PP ഫിറോസ്, NC അബൂബക്കർ, V അബ്ദുൽ ഗഫൂർ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സ്വാന്തനം സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന സരോവരം റോസ് ഷോ ആൻഡ് ഫ്ലവർ ഷോയ്ക്ക് ഫെബ്രുവരി 12-ന് സരോവരം ബയോപാർക്കിൽ തുടക്കമാകും. HIV രോഗബാധിതരുടെ ഉന്നമനത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയാണ് മേളയുടെ മുഖ്യ ലക്ഷ്യം. മേള 23-ന് സമാപിക്കും. മലബാറിലെ യുവ കർഷകരുടെയും കാർഷിക വിളകളുടെയും ഉന്നമനവും യുവാക്കളെ കാർഷിക രംഗത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മേള ലക്ഷ്യമിടുന്നു. HIV രോഗബാധിതരുടെ ഉന്നമനത്തിനായി മേളയിലൂടെ പണം സ്വരൂപിക്കുമെന്ന് സാന്ത്വനം ഭാരവാഹികൾ പറഞ്ഞു. പുഷ്പഫല സസ്യ പ്രദർശനവും വിൽപ്പനയും, വിവിധതരം ഫലങ്ങൾ, പുഷ്പാലങ്കാര രീതികൾ, വിവിധ ഉൽപ്പന്നങ്ങൾ, പൂന്തോട്ടങ്ങൾ എന്നിവയും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കാർഷിക വിളകളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് പരിപാടി കൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 12-ന് ജില്ലാ കളക്ടർ CA ലത പുഷ്പമേള ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. പുഷ്പമേള 23-ന് സമാപിക്കും. സരോവരം ബയോപാർക്കിലെ ജൈവസമ്പത്തിന് ദോഷം വരാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. പിന്നെ ഒരു ഐസ്ക്രീം അതുപോലും കൊടുക്കുന്നില്ല. പ്യുവറായിട്ട് നമ്മൾ വെറും ചെടികൾ
മാത്രം അതും നടപ്പാത തടസ്സപ്പെടുത്തുന്നില്ല. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാർ പണിമുടക്കിയതോടെ ജില്ലയിലെ ബാങ്കിംഗ് മേഖല പൂർണ്ണമായും നിശ്ചലമായി. 48 മണിക്കൂർ പണിമുടക്കിന്റെ 2ാം ദിവസം മാനാഞ്ചിറ SBI പ്രധാന ശാഖയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കൺവീനർ CD ജോസൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ബാങ്കിംഗ് ജീവനക്കാർ ഒറ്റക്കെട്ടായി പണിമുടക്കിയതിനാൽ ബാങ്കിംഗ് മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. പണിമുടക്കിൽ 4000-ഓളം ജീവനക്കാർ പങ്കെടുത്തു. 420-ഓളം ശാഖകളും അടഞ്ഞുകിടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുക, ബാങ്കിൽ ലയന നീക്കം നിർത്തിവെക്കുക, വേതന പരിഷ്കരണം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിങ്കളാഴ്ച മുതൽ 48 മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്കിന്റെ 2ാം ദിവസം കോഴിക്കോട് മാനാഞ്ചിറ SBI പ്രധാന ശാഖയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കൺവീനർ CD ജോസൻ ഉദ്ഘാടനം ചെയ്തു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ അപ്രോച്ച് പേപ്പർ പുറത്തിറങ്ങി. അതിൽ പറയുന്നത് ഇനി മുതൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ ഗവൺമെന്റ് ഓഹരി 51% ഗവൺമെന്റിന്റെ ആയിരിക്കണമെന്ന നിലവിലുള്ള വ്യവസ്ഥ ഡൈലൂട്ട് ചെയ്ത് 33% ചുരുക്കി 67% സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം എന്നുള്ള ലക്ഷ്യമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ സമീപന രേഖയിൽ അക്കമിട്ട് നടപ്പിലാക്കേണ്ട അജണ്ടയായി പ്രഖ്യാപിച്ചത്. CPM ജില്ലാ സെക്രട്ടറി P രാമകൃഷ്ണൻ, K വിജയൻ, PK ലക്ഷ്മിദാസ്, K ശ്രീനാഥ്, M മുരളീധരൻ എന്നിവർ സംസാരിച്ചു. മരണത്തിന്റെ അടുത്ത നിമിഷം മുതൽ ജീവിച്ചു തുടങ്ങുന്നവരാണ് കലാകാരന്മാരെന്ന് തിരക്കഥാകൃത്ത് TA റസാഖ്. മരണത്തിലേക്ക് അവർ വളരെ വേഗം നടന്നടുക്കുകയും ചെയ്യുന്നു. ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി സംഘടിപ്പിച്ച ഗിരീഷ് പുത്തഞ്ചേരി 4ാം ചരമവാർഷിക ദിനാചരണത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ തിന്മകളോട് കലഹിച്ച കലാകാരനായിരുന്നു അന്തരിച്ച സിനിമാ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് തിരക്കഥാകൃത്ത് TA റസാഖ് പറഞ്ഞു. ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി സംഘടിപ്പിച്ച ഗിരീഷ് പുത്തഞ്ചേരി 4ാം ചരമവാർഷിക ദിനാചരണത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരണത്തിന്റെ അടുത്ത നിമിഷം മുതൽ ജീവിച്ചു തുടങ്ങുന്നവരാണ് കലാകാരന്മാർ. മരണത്തിലേക്ക് അവർ വളരെ വേഗം നടന്നടുക്കുകയും ചെയ്യുന്നു. തിരക്കഥാകൃത്തിന്റെ സഹായിയായി എത്തിയ ഗിരീഷ് മലയാള സിനിമയിൽ ഗാനപ്രപഞ്ചം തീർത്തു. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിഭ ഈ രംഗത്തെ ലബ്ധപ്രതിഷ്ഠരെ പോലും കടത്തിവെട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വായിക്കാനെടുക്കുന്നതിനേക്കാൾ ക്ഷണിക വേഗം കവിത എഴുതാൻ കഴിഞ്ഞുവെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതയെന്നും അദ്ദേഹം പറഞ്ഞു. ഇടക്ക് അവൻ പേന താഴെ വെച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കുറവ് മലയാള സിനിമയും മലയാള സിനിമയുടെ ഗാനശാഖയും നന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. PV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K മൊയ്തു, വേണു താമരശ്ശേരി, മുഹമ്മദ് യാക്കൂബ്, ഉണ്ണിനാരായണൻ എന്നിവർ സംബന്ധിച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മക്കളായ ജിതിൻ കൃഷ്ണ, ദിൽനാഥ് എന്നിവരും സന്നിഹിതരായിരുന്നു. ബാബുരാജ് മെമ്മോറിയൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ പുത്തഞ്ചേരി എഴുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനമേളയും അവതരിപ്പിച്ചു. ഉത്സവ വാർത്തകളിലേക്ക്. മാത്തോട്ടം ശാസ്താ ഭഗവതി ക്ഷേത്രത്തിലെ 1ാം പ്രതിഷ്ഠാദിന ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടു രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. ഞായറാഴ്ച രൂപേഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ അശ്വദ്രവ്യ ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് മലർ നിവേദ്യം, ദേവി മഹാത്മ്യ പാരായണം, ലളിത സഹസ്രനാമ പാരായണം, ദീപാരാധന, ഉഷപൂജ,
പറനിരയ്ക്കൽ ഭഗവതി സേവ, ദീപാരാധന, നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. രണ്ടാം ദിനം ഗണപതി ഹോമം, ദീപാരാധന, ഉഷപൂജ, പറനിരയ്ക്കൽ, നവകം, പഞ്ചഗവ്യം, പൂജിച്ചാടൽ, അന്നദാനം, ദീപാരാധന എന്നിവയും തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് വട്ടക്കിണർ ബേപ്പൂർ റോഡ് വഴി ക്ഷേത്ര സന്നിധിയിലേക്ക് ആഘോഷവരവും ഗുരുതി, അത്താഴപൂജ എന്നിവയും ഉത്സവ പരിപാടികളുടെ ഭാഗമായി നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള കോൺഗ്രസ് ബിയുടെ പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി PV നവീന്ദ്രനും ജനറൽ സെക്രട്ടറിയായി ലത്തീഫ് കുറങ്ങോട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റുമാരായി ഫിറോസ് പുളിക്കൽ, പ്രദീപ് ചോമ്പാല, സെക്രട്ടറിമാരായി സജീവ് കുമാർ, സത്യേന്ദ്രൻ എടക്കൊടി, ജോസ് കെ, ട്രഷററായി മുഹമ്മദ് നാസിഫ് അത്തോളിയെയും തെരഞ്ഞെടുത്തു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ യൂത്ത് വിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആദ്യമായാണ് ക്ഷേത്രത്തിൽ യൂത്ത് വിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. തറമ്മൽ പ്രശോഭ് കുമാറിനെ കൺവീനറായി തെരഞ്ഞെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെൺവാണിഭ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസ് മാർച്ച്. TP ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം KK രമയിൽ നിന്നും മൊഴിയെടുത്തു. പിണറായി വിജയൻ കേരള രക്ഷായാത്രയല്ല, സ്വയം രക്ഷായാത്രയാണ് നടത്തുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.